അസ്സലാമലൈക്കും. ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? നമ്മളും വോട്ടൊക്കെ ചെയ്തു ട്ടോ. നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്? ചുമ്മാ ഒന്ന് കമൻ്റ് ആക്കാമോ? ഞാനെന്തായാലും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UDF ആണ് എന്നുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ചായ വെക്കൽ പരിപാടികളൊക്കെ തുടങ്ങണം. ഇന്നത്തെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എങ്ങനെ മാങ്ങ വെച്ചിട്ട് കുറേ റെസിപ്പികൾ ഇപ്പോൾ കാണാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പി, നിങ്ങളുടെ ഫേവറേറ്റ് വൺ, നിങ്ങളെപ്പോഴും വീട്ടിൽ വളരെ ആയിട്ട് ഉണ്ടാക്കാറുള്ള റെസിപ്പി, ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സ് വഴി അയച്ചു തരണം കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പേര് മെൻഷൻ ആക്കിയിട്ട് തന്നെ നമ്മുടെ ഇതിൽ കാണിക്കും. ഓക്കെ, ചാനലിൽ കാണിക്കും. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേട്ടോ, ഒരുപാട് വലിയ വലിയ വിഭവങ്ങളൊന്നും അയക്കരുത്. പിന്നെ പഴുത്ത മാങ്ങ ഇല്ല കേട്ടോ, അത് ഉണ്ടാവണേ ഉള്ളൂ. പച്ച മാങ്ങയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ അയച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഭയങ്കര കുക്കിംഗ് ചെയ്യാനുള്ളൊരു ഭയങ്കര മൂഡായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ച് അത്യാവശ്യം ലാവിഷായിട്ട് തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. വാഴൻ്റെ ഇലയിലൊക്കെ വിളമ്പി, സദ്യയൊന്നുമല്ല എന്നാലും കുറച്ചൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വാഴൻ്റെ ഇലയിൽ വിളമ്പാനൊരു പൂതി. വാഴൻ്റെ ഇല കണ്ടപ്പം ആ ഫുഡ് ആര് കഴിക്കും എന്നുള്ളതായിരുന്നു. ഒരു ഇലയിൽ മാത്രം കേട്ടോ ഞാൻ വിളമ്പിയത്. പിന്നെ അയൻകുട്ടിക്ക് പോയിട്ട് വീണ്ടും അവന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നു. അങ്ങനെ കേട്ടോ, വീട്ടിൽ ധാരാളം ഉണ്ട് വാഴൻ്റെ ഇല. പക്ഷെ നമ്മൾ എന്താ പറയുക, അങ്ങനെ കട്ട് ചെയ്യാറില്ല. വാഴഞ്ചെലയിൽ കഴിക്കണം വളരെ ബെസ്റ്റാണ് അത്രേ. നോക്കാം, കാലാട്ടുന്നു നോക്ക് പിന്നെ കാലാട്ടുന്നു. ഓക്കെ, നമുക്ക് വേഗം ഇന്നത്തെ പരിപാടിയിലോട്ട് അങ്ങ് പോവാം അല്ലേ. ചായ കുടിച്ച ശേഷം ഞാനിതാ വാഷിങ്ങിന് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അതെനിക്കറിയില്ല, ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കാലാട്ടുന്നു. പക്ഷേ കാലാട്ടുന്നത് വളരെ നല്ലതാണ് അത്ര, നമ്മളെ ഹാർട്ടിനൊക്കെ ഭയങ്കര നല്ലതാണ് ഇത്ര. ഞാൻ സയൻറ്റിഫിക്കലി പറയാണ് കേട്ടോ. പിന്നെ അന്ധവിശ്വാസം കാര്യങ്ങളൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് അത് ഞാൻ പേടിക്കുന്നില്ല. പിന്നെ ഉള്ളിൽ വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുറമേ പോയിട്ട് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കൂട്ടാൻ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പണി തീരൂലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് വോട്ട് ചെയ്യാൻ പോകാനുള്ള ദിവസമല്ലേ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് എപ്പോഴും വോട്ട് ചെയ്യാൻ പോകാറുള്ളത്. കാരണം ഉച്ചയ്ക്ക് അധികം തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ അധികം പണ്ടത്തെ അത്രയ്ക്കൊന്നും തിരക്കില്ല. മുക്കിലും മൂലയിലൊക്കെ ബൂത്ത് അല്ലേ, അങ്ങനെ എന്തോ സംഭവമല്ലേ, അതുള്ളതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ അങ്ങ് തിരക്കുണ്ടാവാറില്ല. അപ്പോൾ ഈ ബാക്ക് സൈഡൊന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകുക. വെക്കേഷനൊക്കെ എല്ലാവരും വീട്ടിൽ പോയോ, വീട്ടിലാണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിപ്പോൾ ജസ്റ്റ് വീട്ടിലിപ്പോൾ ഒരു 1 മന്തിന് എന്തായാലും പോകാൻ പറ്റില്ല. അല്ലെങ്കിലും ഞാൻ ഇപ്രാവശ്യത്തെ ഒരു വെക്കേഷന് ഫുള്ള്, അതായത് ഞാൻ ആദ്യമൊക്കെ ഒന്നിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അതായത് ഒരാഴ്ച ഇവിടെയാണെങ്കിൽ ഒരാഴ്ച അവിടെ, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഇവിടെ ഇവർക്കും അങ്ങനെ എന്താ പറയുക, ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇടയിൽ വീട്ടിൽ അടുക്കളയുടെ പണി പെട്ടെന്നാണ് പ്ലാൻ ആക്കിയത് കേട്ടോ. നമ്മുടെ വീട്ടിൽ അടുക്കള വളരെ ചെറുതാണ്. അപ്പോൾ അതൊന്ന് വലുതാക്കാനുള്ള പദ്ധതിയിലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അടുക്കള പൊളിച്ചിട്ടില്ല, പൊളിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശരി അതൊക്കെ കഴിഞ്ഞിട്ട് താത്തയ്ക്ക് വരുന്ന സമയത്ത് പോയി കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ സമയത്ത് ഞാൻ ബിസി ആകുമോ എന്നാണ് ഇപ്പോൾ എനിക്ക് പേടി. കാരണം വെക്കേഷൻ ഒരുപാടുണ്ടല്ലോ എന്നും പറഞ്ഞ് പോവാനിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തിരക്ക് വരുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അങ്ങനെ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ എടുത്തിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ അയൻകുട്ടിക്കുള്ള അവനക്കൊന്ന് ബൂസ്റ്റ് വേണം പറഞ്ഞപ്പോൾ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ അവൻ 2 സാഷെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് ബൂസ്റ്റാക്കി കൊടുത്തു കേട്ടോ. ഇന്നൊരു 4-5 പ്രാവശ്യമെങ്കിലും അവന് കടയിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മറവി, ഒന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഭയങ്കര മറവി. വയസ്സായില്ലേ, അതായിരിക്കുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് കുമ്പളങ്ങയും മുരിങ്ങക്കായും അങ്ങനത്തെയൊക്കെ ഐറ്റം ഉണ്ടായപ്പോൾ അവിയലിന് ഉള്ള എല്ലാ ഐറ്റമൊന്നുമില്ല, പക്ഷെ ഉള്ള ഐറ്റം വെച്ചിട്ട് അവിയൽ കൂട്ടാനൊരു പൂതി, അവിയൽ ഉണ്ടാക്കാനൊരു പൂതി. പണ്ട് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. വെജിറ്റബിൾ വാങ്ങിച്ചിട്ട് വരുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇത് ഉണ്ടാക്കും. കാരണം
ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കേടുവരുന്നതിന് മുമ്പേ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിക്കാം. അത്രയും ടേസ്റ്റല്ലേ അവിയൽ. പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കേണ്ട അവിയലിൽ തൈര് ഇടാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കൈവച്ച് നന്നായി തിരുമിയ ശേഷമാണ് ഞാനിത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. വെള്ളം ഒഴിക്കില്ല കേട്ടോ ഞാൻ. പച്ചമുളക് ഒരു 2-3 ഇട്ടിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് തിരുമ്മി എടുക്കുക. നല്ല പ്രസ് ചെയ്യരുത്. സ്പൂൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കൈ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ. പിന്നെ ദോശമാവ് വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഇടയിൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് വെന്തോ നോക്കുന്നുണ്ട് കേട്ടോ. ആവിയിലാണ് ഞാനിത് വേവിച്ചെടുക്കാറ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു വെള്ളമയമായിപ്പോവും. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കുമ്പോൾ ഒരു പച്ചമണം ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കോളിഫ്ലവറിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേവിച്ചിട്ട് മസാല കൂട്ടുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, അതുപോലെ ചെറിയുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങ ഫുൾ എടുക്കുന്നുണ്ട്. മുടി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ടിട്ട് ഞാൻ ഇത് അടച്ചവിടെ വെക്കുന്നുണ്ട്. കഴിക്കാൻ നേരത്താണ് ഞാൻ തൈര് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കും വേണ്ട. അതുകൊണ്ട് തന്നെ നല്ല കട്ട തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പുളി ഇല്ലാത്ത കട്ട തൈര് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ ഇടയിൽ സമയം ഉണ്ടായിരുന്നില്ല. മുളക് ചട്നി അരച്ചു, മല്ലിയില ചട്നി അരച്ചു. അതിൻ്റെ റെസിപ്പി എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. സാമ്പാർ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു. അതൊന്ന് കുറച്ചെടുത്തിട്ട് പാതി ഞാൻ ഉച്ചയ്ക്ക് മാറ്റി വെച്ചു കേട്ടോ. കാരണം വേറൊരു കറി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് സാമ്പാർ ഇപ്പോൾ എടുത്തു. ഇനി നല്ല റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ലഞ്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 1:30-2 മണിയാകുമ്പോഴത്തേക്കും ലഞ്ചെല്ലാം കഴിച്ച് റെഡി ആയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കൊണ്ടുവച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കമൻസ് ഉണ്ടല്ലോ, വായിക്കണ്ടേ? അപ്പോൾ സാമ്പാർ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. മൂപ്പര് ഇന്നലെ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് കഴിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മൾ ഫുഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇതുപോലെ അംഗീകാരങ്ങൾ കിട്ടാറുണ്ട്. അസ്സലാമു അലൈക്കും ഇത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. പിന്നെ എൻ്റെ കമൻറ്റ് വായിച്ചതിൽ വളരെ സന്തോഷം. എല്ലാം വിശദമായി പറഞ്ഞു തന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. കരിമീനെല്ലാം കരിമീൻ നിങ്ങളുടെ ഫുഡിലെ ഓക്കെ. എടാ റെസിപ്പി പറയുമ്പോൾ കുറച്ച് പറയണം. എങ്ങോട്ടാണ് ഓടണത് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലാഗ് ആവുമെന്നൊരു പേടിയായിട്ടാണ് ഞാൻ ഒരുപാട് സ്പീഡ് കുറച്ച് പറയാത്തത് കേട്ടോ. ഇനി ഞാൻ റെസിപ്പിക്ക് മാക്സിമം സ്പീഡ് കുറച്ച് പറയാം കേട്ടോ. പ്രശ്നമില്ല. പിന്നെ റെസിപ്പിക്ക് മാത്രമായിട്ടുള്ള ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമതുണ്ടല്ലോ എനിക്ക് 3 പേജ് ഹാൻഡിൽ ചെയ്യണം. അതിൽ ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ, പിന്നെ അതുപോലെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ആയിട്ട് പിന്നെ കഹാനിയുടെ വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ അതും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് ഹെവി ആകും കേട്ടോ. അതുകൊണ്ടാണ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റെസിപ്പി മാത്രമായിട്ട് ഇടയ്ക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും നമ്മുടെ വ്ളോഗിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് മാത്രം ആക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല നോക്കാം. കടലമാവ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1.5 സ്പൂണ്, പിന്നെ 1 സ്പൂണ് നമ്മുടെ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, പിന്നെ നമ്മുടെ കസൂരി മെത്തി, പിന്നെ ഒനിയനും കറിവേപ്പില ചെറുതാക്കി മുറിച്ചതും, പിന്നെ ഉപ്പ് ചേർത്തിയെടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഷെസ്വാൻ സോസ് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂണ് ഒന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി നമ്മുടെ തൈരും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്.
പിന്നെ ഉപ്പാക്ക് ഇവിടെ ഇത് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആണോ എന്നറിയില്ല, എന്നാലും ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ ഞാൻ ചെയ്യണത്. മാങ്ങയുടെ തൊലി കളഞ്ഞു, ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ എടുത്തേക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക, അതിലോട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി 1 സ്പൂൺ വിനീഗറും ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വിനീഗർ ഒഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അത് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ മൺചട്ടി എടുത്തിട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി, പിന്നെ കറിവേപ്പില, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൈ വെച്ച് ഇത് നന്നായിട്ട് ഇങ്ങോട്ട് ഞെരടി എടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക മണം വരും കേട്ടോ അതിന്ന്. ആ മണമാണ് അൺസഹിക്കബിൾ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചോ 2-3 മിനിറ്റ് വേണമെന്നില്ല. പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക, 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇത് പാലൊന്നും പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ, 2ാം പാലല്ലേ ഒഴിക്കണത്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, ഇടയ്ക്ക് ഓപ്പൺ ആക്കുക, നമുക്ക് എങ്ങനെ ആയിട്ടുണ്ടെന്നൊക്കെ നോക്കുക. അപ്പം മാങ്ങയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഞാൻ നല്ല കട്ടിക്കുള്ള 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി താളിപ്പും കൂടെ ചെയ്തെടുക്കണം. കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും ചുവന്നമുളകും. ഞാൻ ഇച്ചിരി ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗതി സെറ്റായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി മീനൊക്കെ വറുക്കാനുണ്ട് കേട്ടോ. ഞാൻ മീൻ ഫ്രീസറിൽ വെച്ചപ്പോഴേ അതങ്ങ് ഐസായി. അപ്പം ഞാൻ വിചാരിച്ചു അത് കംപ്ലീറ്റ് ഐസൊക്കെ ഒന്ന് മാറട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ വേറെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വേഗത എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസുകളൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ എൻ്റെ വീഡിയോ കാണുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് ഒരു കുട്ടി കമൻ്റ് ആക്കിയിട്ടുണ്ട്. തുടങ്ങിക്കോളൂ, ഫുൾ സപ്പോർട്ട്. കാരണം തുടങ്ങുമ്പോൾ 1-2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതായത് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് മാത്രം ചെയ്ത് തുടങ്ങുക. നമ്മൾ അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഫിഷിൻ്റെ മസാല കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ സാമ്പാർ ഇങ്ങനെയും വെക്കാം. മലപ്പുറത്ത് വെണ്ടക്ക, മുരിങ്ങക്ക അങ്ങനെ പച്ചക്കറി കട തന്നെ ഇടുന്നു. സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ചോയ്സാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളത് ഇടണു എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇടണം എന്ന് തന്നെയല്ല. ചില ആൾക്കാർ അവിയലിൽ കയ്പ്പൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇടാറുണ്ടോ? ഇല്ല, അതായത് ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഏതൊരു ഇതുപോലത്തെ ഐറ്റംസിലും കഷ്ണങ്ങളൊക്കെ നമ്മുടെ ചോയ്സാണ്. അതിൻ്റെ ഒരു രീതി മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. മത്തങ്ങയൊക്കെ ഇട്ട് സാമ്പാർ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ കുട്ടിക്ക് ഏതാണോ കുക്കിങ്ങിനോടാണ് താല്പര്യം വെച്ചാൽ അത്, അല്ല പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, വരയ്ക്കാൻ ഏതാണോ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ലൈഫ് ലോങ് അല്ലെങ്കിൽ ചാനലുള്ളിടത്തോളം കാലം കൂടെ കൊണ്ടുപോകുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചാനൽ തുടങ്ങുക. നമ്മൾ തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടെ തുടങ്ങും. പിന്നെ നമ്മളൊന്ന് ഡൗൺ ആവും. അപ്പ് ആൻഡ് ഡൗൺ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ചാനലിൻ്റെ ഒരു കാര്യത്തിൽ. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ഡൗൺ ആവും, വീണ്ടും. നിങ്ങൾക്ക് ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ വീഡിയോ അങ്ങനെ ഇടാറില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതിൽ വിട്ടുകൊടുക്കുക. നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നും പൊരിച്ചെടുത്ത ശേഷം വാഴൻ്റെ ഇല പോയി വെട്ടിയിട്ട് വന്നു കേട്ടോ. ഞാൻ വെട്ടിയ വാഴൻ്റെ ഇല കുറച്ച് വലുതായിപ്പോയി. ഇത്രയും വലുപ്പം വേണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉള്ള കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഓരോന്നായിട്ട് വിളമ്പിയെടുത്തു. ചമ്മന്തി, അച്ചാർ, അവിയൽ, നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചത്, സാമ്പാർ, അങ്കമാലി മാങ്ങാക്കറി. ഇനിയിപ്പോൾ സൈഡിൽ 2 പപ്പടം വെച്ച് കൊടുത്തു, മീനും പൊരിച്ചതും വെച്ച് കൊടുത്തു. ഇനി എന്തൊക്കെയോ കമ്മിയുള്ള പോലെ ഉണ്ട് ഇലയിൽ. പക്ഷേ ഈ ചോറ് ആര് കഴിക്കും എന്നുള്ള ഒരു യൂട്യൂബ് ഫാമിലി ഉണ്ട്. എന്നും നല്ലതാണ് ഇത്ര വാഴൻ്റെ ഇലയിൽ കഴിക്കണത്. കൊണ്ടുവെക്കണം, എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാൻ എളുപ്പം.
അയാൻ എപ്പടി. പിന്നെ റിഹാൻക്ക് ഇല വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവന് ഇല എടുത്തില്ല കേട്ടോ. അവൻ പ്ലേറ്റിലാണ്, ഞങ്ങളെല്ലാവരും പ്ലേറ്റിലാട്ടോ കഴിച്ചത്. പക്ഷേ ഇലയിൽ കഴിക്കണത് ഭയങ്കര നല്ലതാത്ര. പിന്നെ കഴിക്കൽ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് വോട്ട് ചെയ്യാനാണ് കേട്ടോ. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ റിഹാൻക്ക് വോട്ടർ ID എടുത്തതാണെങ്കിൽ ഈ വർഷം അവനക്ക് കന്നി വോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അവന് എടുക്കാൻ പോയില്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വോട്ട് കിട്ടുമായിരുന്നു 18 വയസ്സിൽ. ഇനിയിപ്പോൾ അവനക്ക് 5 വർഷം കഴിയണ്ടേ അല്ലേ? കഴിയണം. അങ്ങനെ നമ്മളിതാ ഇവിടെ സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ, ആലാമരത്തുള്ളൊരു സ്കൂളിൽ വെച്ചിട്ടാണ് വോട്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോയി. എന്നാ ഒരു വെയിലാണെന്നറിയോ, അൺസഹിക്കബിൾ. ശരിക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത്രയും നമ്മൾ കാറിൽ പോയിട്ട് ഈ അവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പുറത്തൊക്കെ ഡെയിലി പണിയെടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഫോൺ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ട് പുറത്ത് വന്ന് ഞാനിങ്ങനെ സ്കൂളൊക്കെ നോക്കി ഇങ്ങനെ അവിടുത്തെ മരങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഞൊസ്റ്റു അടിച്ചു പോയി. ഞാനും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ബദാമിൻ്റെ മരമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ബദാമിൻ്റെ കായ പറിച്ച് കുത്തി പൊട്ടിച്ച് കഴിച്ചതും ഒക്കെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ഫാമിലി പ്രോബ്ലംസ് എപ്പടി സമാളിപ്പിങ്ക സിസ്റ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബിഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ബിഗായിട്ടൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവാറില്ല. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അപ്പോഴത്തന്നെ പറയും, മൈൻഡിലൊന്നും വെക്കില്ല കേട്ടോ. അങ്ങനത്തെ വലിയ അടിയും ഇടിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഉങ്ക മദറിൻലോയ്ക്ക് എത്തനെ പസങ്ക ഓൺലി വൺ സൺ കേട്ടോ. ഓൺലി വൺ സൺ. ഓക്കെ, അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വേറൊരു കുട്ടിയാണ് റിപ്ലൈ കൊടുത്തത്, ഞാൻ കണ്ടില്ല. ഓക്കെ, അതിന് ശേഷം എന്താണ്, പിന്നെ നമുക്ക് കുറേ ഹാർട്ട് ഉണ്ട്, അങ്ങനെ കുറേ കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. FBയിലും നമുക്ക് കുറേ കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ FBയിൽ എന്തെല്ലാം കമൻറ്റ് ഉണ്ട് എന്നുള്ളത്. FBയിൽ ഇങ്ങനെ കമൻറ്റ് വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനത് പറഞ്ഞിരുന്നു. ജിനി ഈ മീൻ പിലോപ്പി, എറണാകുളത്ത് പിലോപ്പി എന്നത്ര പറയുക. ചെതുമ്പൽ ചെത്തിയെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വെളുത്തിരിക്കുന്നു. ചെതുമ്പലല്ല, അതിൻ്റെ തൊലിയായിരിക്കും അല്ലേ. ചെതുമ്പൽ കളഞ്ഞിട്ടാണ് ആ ഒരു കളറ് വരുന്നത്. പിന്നെ അതിൻ്റെ തൊലി ചെത്തിയെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അത് മീൻ ഉടഞ്ഞു പോവില്ലേ നമ്മൾ പൊരിക്കുമ്പോൾ, അത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ. പിന്നെ വെണ്ട മറന്നു വന്നു നമ്മുടെ സാമ്പാറിലോ. ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് കിട്ടുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് ഞാൻ സാമ്പാർ വയ്ക്കും കേട്ടോ. അങ്ങനെ ഇന്ന കഷ്ണങ്ങൾ കിട്ടിയാൽ മാത്രമേ ഞാൻ സാമ്പാർ വയ്ക്കൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക്. ഞാൻ ഇവിടെ ഒരു കുട്ടി ബർഗർ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് പറയാത്തത്. ഹായ് ജിനി, ഇന്ന് അലനല്ലൂർ പോയപ്പോൾ ജിനിയുടെ ഉമ്മാനെയും ഉപ്പാനെയും കണ്ട് അവർ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈവനിങ് ആണോ? ഈവനിങ് പൊതുവേ സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ FBയിൽ കുറേ ഹാർട്ടും നൈസ് ഹായ് ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വായിക്കാനില്ല. അതുകൊണ്ടാണ് FBയിൽ ഒരുപാട് കമൻസ് എനിക്ക് വായിക്കാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബർഗർ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് മയോണൈസും നമ്മുടെ സോസും കൂടെ ആക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് 2 സ്ലൈസിലാക്കിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെജീസൊക്കെ വെക്കാം. കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാട്ടോ ഞാൻ തട്ടിക്കൂട്ടി ഒരു കുട്ടി ബർഗർ ആക്കുന്നത്. അപ്പോൾ വലിയുള്ളി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ കുക്കുംബർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നഗറ്റ്സ് ആണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് ഞാൻ 1ന് 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്, കാരണം കുഞ്ഞു ബർഗറല്ലേ. പക്ഷെ മൊത്തത്തിൽ കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസ് ആണ്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് പൊതുവേ പെട്ടെന്ന് നല്ല ടേസ്റ്റും അടിപൊളിയൊക്കെ ആവുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ബർഗറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഏറെക്കുറെ കഴിഞ്ഞേക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു റെസിപ്പിയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ. ഇല്ല എടുത്തോ ഉണ്ടങ്ങനെ.